ആറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി സുധീഷ്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ ക്രൂരത എന്നോട് ചെയ്തത്? എന്തിനാ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം സുധീഷ് പറയുന്നുണ്ട്, നിധി, ഞാൻ ആ ഒരു അർത്ഥത്തിലൊന്നുമല്ല അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ, ഏതർത്ഥത്തിലായാലും എന്തർത്ഥത്തിലായാലും നഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ ജീവിതം തന്നെയാണ് എന്ന് നിധി സുധീഷിനോട് പറയുന്നു. നിങ്ങളെ ഇനി ഞാൻ എൻ്റെ കൺമുമ്പിൽ പോലും കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത്രയും വൃത്തികെട്ടവനുമാണ്, അത്രയും നീചനുമാണ് നിങ്ങൾ എൻ്റെ കൺമുൻപിൽ പോലും ഇനി വരരുതെന്ന് നിധി സുധീഷിനോട് പറയുന്നു. ഇതേ സമയം സുധീഷാണെങ്കിൽ വളരെയധികം കുറ്റബോധത്തിലാകുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, നിധി, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരു ക്രൂരനാണ്. നിങ്ങൾ എന്തോരം തെറ്റാ ചെയ്തത്, എന്തോരം ചതിയാ എന്നോട് പ്രവർത്തിച്ചത്. അന്ന് നിങ്ങളെ വിവാഹം കഴിക്കാനുണ്ടായ ആ സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതല്ലേ. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി എത്ര തരം താഴ്ന്ന, എത്ര നെറികെട്ട കളിയാണ് നിങ്ങൾ കളിച്ചത് എന്ന് നിധി സുധീഷിനോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാനാവാതെ സുധീഷ് ഇങ്ങനെ പൊട്ടിക്കരയുന്നു. ഇതേ സമയം നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ കള്ളക്കണ്ണീരൊന്നും കാണേണ്ട ആവശ്യകതയോ ഇരിക്കില്ല. മര്യാദയാണെങ്കിൽ മര്യാദ. എനിക്കിങ്ങനെ കള്ളം പറയുന്നവരെയും തെമ്മാടികളെയും കണ്ടുകൂടാ. അവർ ദുഷ്ടന്മാരാണ്, ക്രൂരന്മാരാണ്. അവരെപ്പോലുള്ളവരെ എനിക്ക് വെറുപ്പാണ്, അറപ്പാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പൊട്ടിക്കരയുന്നത് കാണാൻ സാധിക്കും.